ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വരുന്നു, നമ്മളും സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മളൊരു ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ വലിയൊരു ഷോപ്പിംഗ് ഒന്നുമല്ല, വളരെ ചെറിയൊരു ഷോപ്പിംഗാണ്. ഞാൻ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിരുന്നില്ലേ, നമ്മുടെ വീടിന് തൊട്ടടുത്ത വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവിടുത്തെ മോൾക്ക് കൊടുക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് നമ്മൾ പോകുന്നത്. അതിനായിട്ട് അമ്മുക്കുട്ടി സ്കൂൾ വിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. അമ്മ വന്നതിന് ശേഷമാണ് ഞാനും അമ്മുക്കുട്ടിയും കൂടെ പുറത്തു പോയത്. ഇവിടെ അമ്മുക്കുട്ടിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, വീട്ടിലിരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള വിശപ്പുണ്ടാവില്ല. പുറത്തേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാലോ നല്ല രീതിയിൽ വിശപ്പാണ്. വെള്ളം ദാഹമായി, വിശപ്പായി. അതുകൊണ്ട് തന്നെ സീപോർട്ട് എയർപോർട്ട് റോഡിലുള്ള പാതിരാക്കോട് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. വെള്ളം ദാഹിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അമ്മുക്കുട്ടിക്കൊരു ഫ്രഷ് ഓറഞ്ച് മൊജിറ്റോയും ഞാനൊരു ഫ്രഷ് ലൈമും ഓർഡർ ചെയ്തു. ഇത് മാത്രം മതിയാകും, ഇതിലൊതുങ്ങും എന്ന് കരുതിയ എൻ്റെ ധാരണയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അവിടെയുള്ള ഷവർമ കൗണ്ടർ കണ്ടപ്പോൾ അമ്മുക്കുട്ടിക്കൊരു ഷവർമയും വേണമെന്ന് പറഞ്ഞു. അമ്മുക്കുട്ടി ഒരു ഷവർമ ലവറാണ് എന്ന് കരുതി എപ്പോഴും നമ്മൾ വാങ്ങിക്കൊടുക്കാറില്ല കേട്ടോ. 2 മാസത്തിലൊരിക്കലോ 3 മാസത്തിലൊരിക്കലോ വാങ്ങിക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഒരു ഷവർമയും അമ്മുക്കുട്ടിക്ക് വാങ്ങി. അങ്ങനെ ഷവർമയെല്ലാം കഴിച്ച് ബിൽ പേ ചെയ്ത് ഇറങ്ങാൻ നേരമാണ് നമ്മളവിടെ ഒരു സെലിബ്രിറ്റിയെ കണ്ടത്. ഇതാരാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ, 24-ലെ ഹാഷ്മിയാണ് കേട്ടോ. 24-ൻ്റെ ഓഫീസ് സീപോർട്ട് എയർപോർട്ട് റോഡിൽ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കും, പാതിരാക്കോഴി റെസ്റ്റോറൻറ്റിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. എന്തായാലും അമ്മുക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമായി ഹാഷ്മിയെ കണ്ടപ്പോൾ. ടി വിയിൽ മാത്രം കണ്ടു പരിചയമുള്ള കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് ന്യൂസൊക്കെ വായിക്കുന്ന ഹാഷ്മീനെ നേരിൽ കണ്ടിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അമ്മുക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമായി, എനിക്കും സന്തോഷമായി. അങ്ങനെ ആ സന്തോഷമൊക്കെ കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് എടപ്പള്ളിയിലേക്കാണ് പോയത് കേട്ടോ. സ്വയംവര സിൽക്സിലാണ്. നമ്മൾ അവിടെ നിന്ന് റെഡിമെയ്ഡ് കളക്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം എന്ന് കരുതിയാണ് പോയത്. കാരണം നെക്സ്റ്റ് ഡേ ആണ് ഫംഗ്ഷൻ. ഇനി നമുക്ക് സമയമൊന്നുമില്ല പർച്ചേസ് ചെയ്യാനായിട്ടും ഒരുപാട് സെലക്ട് ചെയ്യാനായിട്ടും. പക്ഷേ റെഡിമെയ്ഡിൽ അധികം കളക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴും അമ്മുക്കുട്ടിയെ കാണാനില്ല. സാധാരണ അമ്മുക്കുട്ടി എൻ്റെ അടുത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ മൊബൈലും എൻ്റെ കയ്യിലുണ്ടാവില്ല. പക്ഷേ ഫോൺ എൻ്റെ അടുത്തുണ്ട്, അമ്മുക്കുട്ടിയെ കാണാനില്ല. നോക്കിയപ്പോൾ അമ്മുക്കുട്ടി അവിടെ വന്ന് മറ്റൊരു കസ്റ്റമേഴ്സായിട്ട് നല്ല രീതിയിൽ സംസാരവും കാര്യങ്ങളൊക്കെയാണ്. നോക്കിയപ്പോഴെന്താ, അവിടെ ഒരു കുഞ്ഞു വാവയുണ്ട് കേട്ടോ. അതാണ് അമ്മുക്കുട്ടിയെ പിടിച്ചിരുത്തിയത്. നല്ലൊരു ക്യൂട്ട് മോളാണ് കേട്ടോ. ഒരു പരിചയക്കുറവും കാണിക്കുന്നില്ല. അമ്മുക്കുട്ടിയായിട്ട് പെട്ടെന്ന് ഇണങ്ങി. അവർ രണ്ടുപേരും ഭയങ്കര കളിയിലായിരുന്നു. അത് കണ്ട് നമുക്കും സന്തോഷമായി. ഞാനും അങ്ങോട്ട് പോയി കുറച്ച് നേരം വാവേനെയൊക്കെ ഒന്ന് കണ്ടു, ചിരിച്ചു. എന്നെ കണ്ടതും ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ മോള്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്തു. നിങ്ങൾ കണ്ടല്ലോ നമ്മളെടുത്തത്, ആ ഡ്രസ്സാണ് എടുത്തത്. ഒരു പാവാടയ്ക്കും പിന്നെ ഒരു ബ്ലൗസ് പീസിനുമുള്ള ഡ്രസ്സ് മെറ്റീരിയലും അതിനുള്ള ലൈനിങ്ങൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ബിൽ പേ ചെയ്ത് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ലവ് യു ഓൾ.